ഹായ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കൂന്തൽ കൊണ്ടുള്ള ഒരു റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുടംപുളി, ഒരു തക്കാളി, 3 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, 3 തണ്ട് കറിവേപ്പില. ഇതിന് വേണ്ട പൊടികൾ: 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിനകത്തൊരു കറുവപ്പട്ട, 3 ഏലക്ക, 1 ഗ്രാമ്പു, ഒരു 1/4 സ്പൂണില്ല, ഒരു പിഞ്ചോളം പെരിഞ്ജീരകം. ഇനി ഈ പെരിഞ്ജീരകം ഇതൊക്കെ കൂടി ഒന്ന് ഞാൻ ചതച്ചെടുക്കും. പിന്നെ ബാക്കിയെല്ലാം അരിഞ്ഞെടുക്കണം. തക്കാളി കൂടി അരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് നേരെ കറി വയ്ക്കാം. നമുക്ക് പാത്രം അടുപ്പിൽ വെച്ച് ഇനി തീ കത്തിക്കാം. പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഏലക്കയും പെരിഞ്ജീരകവും കറുവപ്പട്ടയും 1 ഗ്രാമ്പു കൂടി ചതച്ചതിട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിനൂടെ തന്നെ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്ര ഇപ്പോൾ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഒപ്പിക്കാം. തീരെ കുറച്ച് വേണം വെക്കാനായിട്ടില്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ തക്കാളി, ഈ കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വേവണം. ഇനി നമുക്കിത് വെന്തോ നോക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ കൂന്തൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ പല സ്ഥലത്തും പല പേരിലാണ്. കണവാന്ന് പറയും, കൂന്തലെന്ന് പറയും. കാസർഗോഡൊക്കെ വേറെ എന്തോ എന്നാണ് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ കൂടെ ഈ ഗരം മസാല ഇട്ട് കൊടുക്കാം. തുറന്നു നോക്കാം. ഇതിനകത്ത് വെള്ളം ഇഷ്ടംമാതിരി ഉണ്ട്. ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തില്ല. ഈ കൂന്തലിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഇരുന്ന് ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. ഇഷ്ടംമാതിരി വെള്ളമുണ്ട് കൂന്തലിൽ. അണ്ടേ, നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം ഒന്നും ചേർത്തില്ല. ഈ കൂന്തലിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ തന്നെയാണ് ഈ കൂന്തൽ റെഡിയായത്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂന്തൽ റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.